മിസ്സിന് ബാക്കിയുള്ള റിസോൾവ് ചെയ്യായിരിക്കോ? മിസ് ഏത് ടെക്സ്റ്റ് ആണ് ഇപ്പൊ എടുക്കണത്? ഞാൻ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്റർ. അത് ഏത് ഇതില് മൂന്നാമത്തെ ടെക്സ്റ്റിലുള്ളതാണോ? രണ്ടാമത്തെ ടെക്സ്റ്റില്. പേജ് നമ്പർ എന്ന് പറയോ? പേജ് നമ്പർ 331. എടുത്തോ? ആ ഓക്കെ, നമ്മള് നേരത്തെ പഠിച്ചത് ഗുഡ്വില്ലും ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റും ആണ്. അതായത് ഗുഡ്വില്ലിന്റെ എങ്ങനെയാണ് പ്രോഫിറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത്. ഇപ്രാവശ്യം നമ്മൾ അതിന്റെ എങ്ങനെയാണ് അതിനെ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് പഠിക്കുന്നത്. അതിന്റെ പ്രോബ്ലം ആണ് ഇലുസ്ട്രേഷൻ 11 ആണ് ഇപ്പൊ എടുക്കുന്നത്. ചൗഹാൻ, Tripathi and Gupta are partners in a firm sharing profit and losses in the ratio 1/2, 1/6 and 1/3 respectively. The balance sheet on March 31st, 2014 was as follows. അതായത് താഴെ തന്നിരിക്കുന്നതാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതിലാണ് കുറച്ച് ഐറ്റംസ് എല്ലാം തന്നിട്ടുണ്ട്. ഈ ഐറ്റംസിന്റെ കൂടെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതായത് കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ആ ഇൻഫർമേഷൻസ്, അതായത് ഗുപ്ത റിട്ടയേഴ്സ് ഫ്രം ദ ബിസിനസ്, അതിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന വ്യക്തി ആരാണ്? ഗുപ്തയാണ്. അപ്പോൾ ദ പാർട്ട്നേഴ്സ് എഗ്രി ടു ദ ഫോളോയിങ് റീവാലുവേഷൻ. അപ്പൊ എന്താണ്? താഴെ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് പാർട്ട്നേഴ്സ് എഗ്രി ചെയ്തിട്ടുള്ളത്. എന്താണ്? ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോഴാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് റീവാല്യൂ ചെയ്യാനായിട്ട് പാർട്ട്നേഴ്സ് എഗ്രി ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് ഫ്രീ ഹോൾഡ് പ്രമിസസ് ആൻഡ് സ്റ്റോക്ക്. പേജ് നമ്പർ 332. 332 അല്ലേ? ആ, എൽസി എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണോ? ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ്. എനിക്ക് ഇത് ലിങ്ക് അയച്ചു തന്നാൽ മാത്രമല്ലേ കിട്ടുള്ളൂ, അല്ലാണ്ട് മറ്റേതില് കിട്ടുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് പരീക്ഷ എഴുതി നിൽക്കുന്ന ആളല്ലേ. ആണോ? കഴിഞ്ഞ വർഷം എഴുതിയായിരുന്നു. അപ്പൊ അക്കൗണ്ടൻസി മാത്രം പോയി, ബാക്കിയെല്ലാ വിഷയങ്ങളും കിട്ടിയായിരുന്നു. ഓക്കെ, എടുത്തോ ഷിൻഡോ? ഓക്കെ, നമ്മള് ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം പഠിച്ചില്ലേ? ഇനി അതിന്റെ ഒരു പ്രോബ്ലത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നതെന്നാണ് പഠിക്കുന്നത്. അപ്പം അതില് 3 പാർട്ട്നേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഗുപ്ത എന്ന് പറയുന്ന പാർട്ട്ണറാണ് റിട്ടയർ ചെയ്യുന്നത്. താഴെ പറയുന്ന കാര്യങ്ങളാണ് അതിൽ റീവാല്യൂ ചെയ്യുന്നത്. അതിലൊന്നാമത്തെ ഫ്രീ ഹോൾഡ് പ്രമിസസ് സ്റ്റോക്ക് ആർ ടു ബി അപ്രീഷിയേറ്റഡ് ബൈ 20% ആൻഡ് 15%. ഫ്രീ ഹോൾഡ് പ്രമിസസും സ്റ്റോക്കും എന്താണ്? ഫ്രീ ഹോൾഡ് പ്രമിസസ് 20% കൂടുകയും സ്റ്റോക്ക് 15% കൂടുകയും ചെയ്തു. Then machinery and furniture are to be depreciated by 10% and 7% respectively. മെഷീനറിക്കും ഫർണിച്ചറിനും എന്താണ് സംഭവിച്ചത്? ഡിപ്രീസിയേഷൻ ആണ് സംഭവിച്ചത്. 10%, 7%. Then ബാഡപ്സ് റിസർവ് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ടു 3,000. ബാഡപ്സ് എന്താണ്? ഇൻക്രീസ് ചെയ്തു 3,000 രൂപ. ഓൺ ഗുപ്താസ് റിട്ടയർമെന്റ് ദ ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് 42,000. ഗുപ്തയുടെ റിട്ടയർമെന്റ് സമയത്ത് ഗുഡ്വില്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 42,000 ആയിരുന്നു. The remaining partners have decided to adjust their capitals in the new profit sharing ratio.
എന്താണ് അവരവരുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഏത് റേഷ്യോയിലാണ്? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ദെൻ surplus or deficit, if any, their capital account will be adjusted through cash. Surplus or deficit ബാക്കി ഏതൊരു ക്യാപിറ്റൽ കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ക്യാഷ് വഴിയാണ്. അപ്പൊ താഴെ പറഞ്ഞിരിക്കുന്നത് ലെഡ്ജർ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുക. അതായത് നമുക്ക് ആവശ്യമുള്ള റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിന്റെ ഒപ്പം എന്ത് പ്രിപ്പയർ ചെയ്യുക? ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഷിൻഡോ, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചതല്ലേ? കുറെ നാളായില്ലേ, മറന്നുപോയോ? ഇത് ഒരു രക്ഷയില്ല, ഇതങ്ങനെ പിടികിട്ടാൻ പാടുണ്ട്. അക്കൗണ്ടൻസി കുറച്ച് പാടാ. അത് സ്റ്റാർട്ടിംഗ് ക്ലാസ്സിൽ ഇരിക്കാത്തത് കൊണ്ടാ. അതന്നെ ഇടയ്ക്കൊക്കെ പറഞ്ഞപ്പോ ഒന്ന് ക്ലിയർ ആവാനുണ്ട് ശരിക്കും പറഞ്ഞേ. അതാ പ്രശ്നം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അക്കൗണ്ടൻസി മനസ്സിലാവില്ല. കാരണം ഒരു ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ വരുന്നത്. അതാ പ്രശ്നം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തോ 2 ആഴ്ചയായിട്ട് ഉണ്ടായില്ലല്ലോ ക്ലാസ്? 2-3 ആഴ്ചയായിട്ട് 2 ആഴ്ചയായിട്ട് ക്ലാസ് ഉണ്ടായില്ല. അപ്പൊ നമുക്ക് റീവാലുവേഷൻ, നമ്മളോട് റീവാല്യൂ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു 5 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടത്. ഓക്കെ, നമ്മളോട് പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. ക്വസ്റ്റ്യനകത്ത് നമ്മളോട് ഒരു എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ല. ഇത്ര ഷെയറിംഗ് റേഷ്യോയിലാണ് വീതിച്ചു കൊടുക്കേണ്ടതെന്നോ അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് അവരുടെ ക്യാപിറ്റൽ ഷെയർ ചെയ്യേണ്ടതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് രീതിയിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, അല്ലേ? അങ്ങനെ വന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരു എഗ്രിമെന്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റിട്ടയർ ചെയ്ത പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യണം? ലോൺ അക്കൗണ്ടിലേക്കായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. മനസ്സിലായോ? അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒരു എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടയർ ചെയ്ത പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ ആണോ? അത് മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്ക് എഗ്രിമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗെയിനിങ് റേഷ്യോ തന്നെയായിരിക്കും, എക്സിസ്റ്റിംഗ് റേഷ്യോ തന്നെയായിരിക്കും എന്ത്? ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ റീവാലുവേഷൻ അക്കൗണ്ട് നോക്കാം. ടെക്സ്റ്റിലെ കയ്യില് ഓക്കെ നോക്കിക്കോ. അതായത് നമുക്ക് ഫസ്റ്റ് എ എന്ന് പറയുന്ന പോർഷൻ തന്നേക്കുന്നത് ഫ്രീ ഹോൾഡ് പ്രെമിസസും സ്റ്റോക്കും എന്താണ്? 20% 15% കൂടിയിരിക്കുന്നത്. എന്താ ഫ്രീ ഹോൾഡ് പ്രെമിസസ് എന്ന് അറിയാമോ? അറിയോ? ഫ്രീ ഹോൾഡ് പ്രെമിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു പ്രോപ്പർട്ടിയുടെ മേലിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള അവകാശം അതിന്റെ ഓണർക്ക് മാത്രമായിരിക്കും. അതാണ് ഫ്രീ ഹോൾഡ് പ്രെമിസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? റെഗുലേഷൻ അക്കൗണ്ടിന്റെ അടുത്ത കള്ളിയല്ലേ പറയണേ? അത് തന്നെ, ആ റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്നില്ലേ അതിലൊരു ഐറ്റം. ആ ഫ്രീ ഹോൾഡ് പ്രെമിസസ് എന്താണെന്ന് ഞാനിപ്പോ പറഞ്ഞത്. അതായത് ഒരു പ്രോപ്പർട്ടിയുടെ മേല് അതിന്റെ ഓണർക്ക് മാത്രം അവകാശം വരുന്നതിനെയാണ് ഫ്രീ ഹോൾഡ് പ്രെമിസസ്, അതായത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് തന്നെ പറയും. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫ്രീ ഹോൾഡ് പ്രെമിസസ് എന്താ? 20% ഇൻക്രീസ് ചെയ്തു, അതായത് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഫ്രീ ഹോൾഡ് പ്രെമിസ്, നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റില് ഫ്രീ ഹോൾഡ് പ്രെമിസസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 80,000 ഈ 80,000ന്റെ 20% കാൽക്കുലേറ്റ് ചെയ്യുക. 80,000ന്റെ 20%, 80,000ന്റെ 20% എന്ന് പറയുന്നതാണ് 16,000. അതായത് 80 × 20% എന്ന് പറയുമ്പോൾ 8 × 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി 16. അപ്പം 16,000 രൂപയാണ് അപ്രീഷിയേറ്റ് ചെയ്തത്. നമുക്കറിയാം വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്, ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. ഇതിന്റെ ഫോർമാറ്റ് ഒക്കെ നേരത്തെ പഠിച്ചതാണ്, കുറച്ച് മറന്നു പോയതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. പിന്നെ സ്റ്റോക്ക്
എന്ത് ചെയ്യാണ്, അപ്രീഷിയേറ്റ് ചെയ്യാണ് 15%. നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് 44,000. ഈ 44,000ന്റെ 15% കാണുക. എത്രയാണ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് അത് മാത്രമേ റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കാവുള്ളൂ. അപ്പൊ സ്റ്റോക്ക് 15% എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ 44,000ന്റെ 15%. ഈ 44,000ന്റെ ഈ 15%മാണ് 6,600 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഇത്രയും ഓക്കെ ആണോ? പിന്നെ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് മെഷീനറി ഫർണിച്ചർ ആർ ടു ബി ഡിപ്രീഷിയേറ്റഡ്. ഡിപ്രീഷിയേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അത് മെഷീനറി 10%, ഫർണിച്ചർ 7%. അപ്പൊ മെഷീനറിയുടെ വാല്യൂ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്റെ ബാലൻസ് ഷീറ്റിൽ നോക്കുക. ക്വസ്റ്റ്യന്റെ ബാലൻസ് ഷീറ്റിൽ 60,000 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ 60,000ന്റെ 10%, 60,000ന്റെ 10% നമുക്കറിയാം 6,000. ഈ 6,000 എന്ത് സംഭവിച്ചു, ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അപ്പം ഡെബിറ്റ് സൈഡിൽ മെഷീനറി എന്നും പറഞ്ഞുകൊണ്ട് ആ 6,000 കാണിച്ചേക്കുക. ഏത് വാല്യൂ ആണ് കുറയുന്നത് അത് എവിടെ കാണിക്കുക, ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. കൂടുന്നത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇനി ലോൺ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. ഏതാണോ കുറയുന്നത് അത് ക്രെഡിറ്റ് സൈഡിലും, ഏതാണോ കൂടുന്നത് അത് ഡെബിറ്റ് സൈഡിലും ആയിരിക്കണം. ലയബിലിറ്റിയും അസറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണ്. എൻട്രി ഒക്കെ പഠിപ്പിച്ചതാണ്, ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഇടയ്ക്കൊന്ന് മറിച്ച് നോക്കൂട്ടോ. ദെൻ ഫർണിച്ചർ എന്താണ്, 7% ഡിപ്രീസിയേഷൻ സംഭവിച്ചു. 24,000 നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഫർണിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഫർണിച്ചറിന്റെ ഈ 24,000ന്റെ 7% കാണുക. ഈ 24,000ന്റെ 7%മാണ് 1,680 എന്ന് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഡിപ്രീസിയേഷൻ സംഭവിച്ചത് മെഷീനറിക്കും ഫർണിച്ചറിനുമാണ്. മെഷീനറി 60,000 ആയിരുന്നു. 60,000ന്റെ 10% ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അപ്പൊ 6,000 രൂപയാണ് എന്ത് റീവാല്യൂ ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ. പിന്നെ ഫർണിച്ചർ 1,680. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്താ നിൽക്കുന്നത്, ബാഡപ്സ് റിസർവ് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ടു 3,000. എന്താണ് ബാഡപ്റ്റ് റിസർവ്, എന്താണ് 3,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമുക്ക് എത്രയായിരിക്കും ബാഡപ്സ് തന്നിരിക്കുന്നത്, പ്രൊവിഷൻ ഫോർ ബാഡപ്സ് നമുക്ക് ഈ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത് 2,000 ആണ്. 3,000 ആയിട്ട് കൂടി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 2,000ത്തിൽ നിന്ന് 3,000 കൂടി. അപ്പൊ എത്രയാണ് ഇൻക്രീസ് ചെയ്തത്, 1,000 രൂപയെ അവിടെ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ അല്ലെ. പോയിന്റ് കിട്ടിയോ? കിട്ടി. ഓക്കെ, ഷിൻഡോക്ക് കിട്ടിയോ? ഷിൻഡോ ഓക്കെ. ആ 1,000 ഇവിടെ പ്രൊവിഷൻ ഫോർ ബാഡപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിരിക്കുന്നത്. അതായത് 3,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു 2,000ത്തിൽ നിന്ന്. ആ ഇൻക്രീസ് ചെയ്ത വാല്യൂ എന്ന്, അതായത് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന 1,000 മാത്രം റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ തരുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അതായത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ ക്രെഡിറ്റ് സൈഡ് ആദ്യം ആഡ് ചെയ്യാം. 16,000 പ്ലസ് 6,600 22,600. അപ്പൊ നമുക്ക് ഡെബിറ്റ് സൈഡ് അതുപോലെ ആഡ് ചെയ്യാം. 1,000 6,000 1,680 കൂടെ ആഡ് ചെയ്യാം. അപ്പം 8,680 കിട്ടും. അപ്പൊ ഈ 22,600ൽ ഈ 8,680 കുറയ്ക്കുക. ആ കിട്ടുന്നതാണ് 13,920 എന്ന് പറയുന്ന എമൗണ്ട്. ആ 13,920 നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. ഈ 13,920 ഏത് റേഷ്യോയിലാണ് വീതിക്കുന്നത്, 1/2, 1/6, 1/3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് വീതിക്കേണ്ടത്. ഈ 13,920ന്റെ 1/2 ആണ് 6,960 ചൗഹാൻ എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കേണ്ടത്. ഇനി ത്രിപതി എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കേണ്ടതോ 1/6 ആണ്. അതായത് 13,920ന്റെ 1/6 ആണ് 2,320. ഇനി 1/3 ആണ് എത്ര, 4,640. റീവാലുവേഷൻ അക്കൗണ്ട് ക്ലിയർ ആയോ? ഷിൻഡയ്ക്ക് ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നോക്കിക്കോളുക. പാർട്ടിക്കുലേഴ്സ്, പിന്നെ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ ആ പാർട്ട്നേഴ്സിന് ഓരോ കോളം. നമുക്ക് ബാലൻസ് തന്നിരിക്കുന്നത് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ
നോക്കുക. അവിടെ 60,000, 60,000, 56,000 ഇത്രയാണ് ക്യാപിറ്റൽ തന്നിരിക്കുന്നത്. അത് ഓരോ പാർട്ട്നേഴ്സിന്റെയും കോളത്തിലേക്ക് എടുത്തെഴുതിക്കൊള്ളുക. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ 60,000, 60,000, 56,000 ഇത്രയാണ് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത്. ഇനി നമ്മൾ ബാക്കി കണ്ടുപിടിക്കണം. അതിന് ജനറൽ റിസർവ്. ജനറൽ റിസർവ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 24,000. ഈ 24,000നെ നമ്മൾ ഏത് റേഷ്യോയിൽ വീതിക്കണം? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ 1/2, 1/6, 1/3 ആ റേഷ്യോയിൽ വീതിക്കുക. അതായത് 24,000ന്റെ 1/2 ആണ് 12,000. ടെക്സ്റ്റിൽ 12,009 എന്നാണ് കേട്ടോ തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. 12,000 എന്നാക്കിയേക്കണേ. ഏതാന്ന് മനസ്സിലായോ? ജനറൽ ജനറൽ റിസർവിന്റെ നേരെ ചൗഹാന്റെ നേരെ ഒരു 12,009 തന്നേക്കുന്ന കേട്ടോ. അത് 12,009 അല്ല, 12,000 ആണേ. അതായത് 24,000ന്റെ 1/2 12,000, 24,000ന്റെ 1/6 4,000, 24,000ന്റെ 1/3 8,000. അതാണ് നമ്മൾ ജനറൽ റിസർവിനെ ഓരോ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് ആണ്. നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്ത റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് ചൗഹാന്റെ നേരെ 6,960, ത്രിപതിയുടെ 2,320, ദെൻ ഗുപ്തയുടെ 4,640. അത് അതേപോലെ തന്നെ അതേ കോളത്തിൽ എഴുതിയേക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കോളുക. നമുക്ക് ഒരു ഗുപ്താസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 10,500 അതുപോലെ തന്നെ 3,500 തന്നിട്ടുണ്ട് അല്ലേ? അതിന് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ? റേഷ്യോ കണ്ടുപിടിക്കണം. ഈ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 1/2, 1/6, 1/3 എന്ന് പറയുന്ന റേഷ്യോസ് മാത്രമേ. ചോദിച്ചോ? ഈ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ചോദ്യം ഈ ഇതിന്റെ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ തമ്മിൽ ബന്ധപ്പെട്ടതാ? അതെ അതെ, ബന്ധപ്പെട്ടതാ. അതപ്പോ എങ്ങനെ ചോദ്യം വരാം? ചോദ്യം ഇങ്ങനെ തന്നെ പറയുള്ളൂ. പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് എന്നാ പറയുള്ളൂ. അത് ഇത്രയും ക്വസ്റ്റ്യൻ തരും. ഒരാള്, അതായത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ റിട്ടയർ ആയി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട്ണറിന് ഡെത്ത് ആയി എന്നോ പറഞ്ഞ് നമുക്ക് പ്രോബ്ലം തരുവാണെങ്കിൽ ഊഹിച്ചോളൂ, നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, മൂന്നും പെടൂല്ലേ ഈ ചോദ്യത്തില്? ഇത് 3 പെടും. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇനി യുക്താസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് 10,500 അതുപോലെ തന്നെ ഒരു 3,500 തന്നേക്കുന്നില്ലേ? ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റേഷ്യോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഈ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കുക. ഒന്ന്, അതിനകത്ത് റേഷ്യോ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ആ ടെക്സ്റ്റിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ടോളൂ കേട്ടോ. ഓക്കെ, അതായത് 1/2, 1/6, 1/3. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ പഠിച്ചതല്ലേ? ഓർമ്മയുണ്ടോ? ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയെന്നാ. നമുക്ക് തന്നിരിക്കുന്ന 2 പേരേ ഉള്ളൂ. അതിൽ 3 പേരുണ്ട്. അതിലൊരാള് എന്ത് ചെയ്തു? റിട്ടയർ ആയിപ്പോയി. അപ്പൊ നമുക്ക് 1/2, 1/6 ഉണ്ട് അല്ലേ?
എങ്ങനെയാന്ന് അറിയാമോ? ഓർമ്മയുണ്ടോ? അതിന്റെ എന്താണ് നമുക്ക് 1/2, 1/6, 1/3 എന്ന് തന്നിട്ടുള്ളൂ. ഇതിന്റെ എല്ലാത്തിനെയും എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഒരേപോലെ ആക്കണം. എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ? വൈറ്റ് ബോർഡ് കാണാമോ? കാണാം. ആണ്. നമുക്ക് തന്നിരിക്കുന്നത് 1/2, അതുപോലെ തന്നെ 1/6, 1/3 അല്ലേ? ഇത്രയല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ ഈ 2, 6, 3 എന്ന് പറയുന്ന ഈ ഡിനോമിനേറ്റർ നമുക്കറിയാം ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് 6 ആ. ഈ 6 ആക്കി എടുക്കുക. ഈ 6 ആക്കി എടുക്കാൻ നമ്മൾ എന്താ ചെയ്തോണ്ടിരുന്നേ? ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ഡിനോമിനേറ്റർ എന്താ? 6 ആകും അല്ലേ? അപ്പൊ 1 into 3, 3 by 2 into 3, 6. ഓക്കെ, ഇത് 1/6 തന്നെ. ഇതിന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം എന്റെ ഡിനോമിനേറ്റർ 6 തന്നെയാണ്. അതുപോലെ ഇതിനെ എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ 6 ആക്കുക. അതിനെ എന്ത് ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 2, 2, 3 into 2, 6 അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത് ഗുപ്തയുടെ 2/6 ഗുപ്തയുടെയും 1/6 ആരുടെയാണ്? തൃപ്പതിയുടെയും 3/6 ചൗഹാന്റെ ആയിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് റിട്ടയർ ആയി പോയത് 2/6 ആണ് റിട്ടയർ ആയി പോയത് അല്ലെ? ഇപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ഇൻക്രിമെന്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് എന്താണ്? എക്സിസ്റ്റിംഗ് റേഷ്യോ എടുത്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് എക്സിസ്റ്റിംഗ് റേഷ്യോ? ഇവരുടെ രണ്ടുപേരുടെ എക്സിസ്റ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 അല്ലെ? 3/6ഉം 1/6ഉം അല്ലേ? അപ്പൊ 3:1 അല്ലേ ഉള്ളൂ. ക്ലിയർ ആയോ? എവിടെയെങ്കിലും ക്ലിയർ ആവാത്തുണ്ടോ? 3:1 കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലായോ? 3:1 ഒന്നും കൂടി പറയും. അതായത് നമ്മളിപ്പോ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയത് മനസ്സിലായോ? അത് മനസ്സിലായി. ഓക്കെ, അപ്പൊ 3/6, 1/6, 2/6 നമുക്ക് കിട്ടി. അതിൽ ഈ 2/6 ആണ് ഗുപ്ത എന്ന് പറയുന്ന ആള്. അയാൾ റിട്ടയർ ആയി പോയി. അപ്പൊ പിന്നെ അയാളെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമുക്കുള്ളത് 3/6ഉം 1/6ഉം ആണ്. ഈ രണ്ട് പാർട്ട്ണറേഴ്സ് ആണ് നമുക്ക് ഇനിയുള്ളത്. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ രണ്ടിന്റെയും 6 അപ്പൊ നമുക്ക് നോമിനേറ്റർ മാത്രം എടുത്താൽ മതി. അപ്പൊ 3ഉം 1ഉം 3:1 മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഈ റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ജനറൽ റിസർവിനെ വീതിക്കേണ്ടത്. സോ ഈ 24,000-നെ ആ റേഷ്യോയിലൊന്ന് വീതിച്ചു നോക്കിയേ. നിങ്ങള് കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുതേ. ഇതുകൊണ്ടാ നമുക്ക് ക്വസ്റ്റ്യനില് ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നേക്കുന്നുണ്ടോ? ഓൺ ഗുപ്താസ് റിട്ടയർമെന്റ് ദ ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് 42. 42,000. ഓക്കെ, 42,000. ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ആ ലാസ്റ്റ് പാർട്ട്ണറുടെ മാത്രം എടുക്കുക. അതായത് 1/3 അല്ലായിരുന്നു അയാളുടെ റേഷ്യോ. അപ്പൊ ഈ 42,000-ന്റെ 1/3 കാണുക. 42,000-ന്റെ 1/3.
14,000 കിട്ടിയോ? ഏത്? പെട്ടെന്ന് കാണാൻ അറിയില്ലേ? ആ, wait. അതായത് 42,000 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോ 3 4 ഒരു പ്രാവശ്യം പിന്നെയുള്ള 12 അപ്പൊ 3 12 14,000 കിട്ടിയില്ലേ? കിട്ടി. ആ, മനസ്സിലായി. ഓക്കെ. അപ്പൊ ഈ 14,000-നെ നമ്മൾ ഈ പറഞ്ഞ 3:1 എന്ന് പറയുന്ന റേഷ്യോയില് വീതിച്ച് 14,000 ഫസ്റ്റ് പാർട്ട്ണറുടെ എത്രയായിരുന്നു? 3 അല്ലേ? 3. ആ 1 is 3. 3:1 അപ്പൊ എത്രയാണ്? 3/4 ഇതല്ലേ അവരുടെ ന്യൂ റേഷ്യോ. 3 1 4 അതാട്ടോ ഡിനോമിനേറ്റർ. വീതിക്കണോ അതിനെ? ആ ഈ 14,000-നെ 3/4 കാണണം. നാല് 3 12 ബാലൻസ് 2 20 കിട്ടിയോ? 35. 35 3500 500. ആയിരത്തി 500 ഇൻറ്റു 3 അല്ലെങ്കിൽ 35 ഇൻറ്റു 3 105. ആ ഓക്കെ. അപ്പൊ 105. അപ്പൊ 10,500 കിട്ടിയില്ലേ എമൗണ്ട്? Yes, ma'am. കിട്ടിയോ? കിട്ടി. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഈ 14,000-ന്റെ 1/4 കാണുക. അതിവിടെ 35 തന്നെയല്ലേ? 5 കിട്ടി. ഓക്കെ. 3,500 കിട്ടിയില്ലേ? Yes. ഓക്കെ. അതാണ് ഇവിടെ ഗുപ്താസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ചൗഹാന്റെ താഴെ 10,500-ഉം അതുപോലെ തന്നെ തൃപ്പത്തിയുടെ താഴെ 3,500-ഉം കാണിച്ചേക്കുന്നത്. മനസ്സിലായോ? ഗുഡ്വില്ലിന്റെ ഷെയർ, അതായത് ഗുഡ്വില്ലിനെ അവരുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയില് അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോയില് വീതിച്ചേക്കുന്നതാണ് ഈ 10,500-ഉം 3,500-ഉം. ഓക്കെ ആണോ? ഓക്കെ. ഇതേ എൻട്രി തന്നെയാണ് തൊട്ട് ക്രെഡിറ്റ് സൈഡില് ചൗഹാൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു ഗുപ്തയുടെ കോളത്തിന്റെ താഴെ 10,500-ഉം കാണിക്കുക, തൃപ്പതിയുടെ ക്യാപിറ്റലിന്റെ നേരെ 3,500-ഉം കാണിക്കുക. ചൗഹാന്റെ അല്ല ഗുപ്തയുടെ കോളത്തിൽ കാണിക്കണേ. നമ്മുടെ എൻട്രി എന്തായിരിക്കും? ചൗഹാൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്, തൃപ്പതീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുപ്താസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് എൻട്രി. സോ നമ്മള് ചൗഹാൻസ് ക്യാപിറ്റലും തൃപ്പതീസ് ക്യാപിറ്റലും അതുകൊണ്ടാണ് ഗുപ്താസ് ക്യാപിറ്റലിന്റെ നേരെ എഴുതുന്നത്.
ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ് മിസ്റ്റർ. ഓക്കെ. ഇനി നമുക്ക് വരുന്നത് ബാലൻസ് ഉള്ളത് നമ്മൾ ക്യാഷ് ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ചൗഹാന്റെ കോളത്തിന്റെ നേരെ 30,000 കാണിക്കുക. ബാലൻസ് ഉള്ള എമൗണ്ട് എല്ലാം നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ റിട്ടയർ ആയ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് സോറി ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സോ ഇവിടെ ക്യാഷിന്റെ നേരെ ചൗഹാന്റെ കോളത്തില് 30,000 കാണിക്കുക ക്രെഡിറ്റ് സൈഡില്. ഇതേ ക്യാഷ് തന്നെ തൃപ്പത്തിയുടെ കോളത്തില് ഡെബിറ്റ് സൈഡില് 30,000 കാണിക്കുക. എന്നിട്ട് ഇതിനെ ബാലൻസ് ചെയ്യുക. ഓരോ പാർട്ട്നേഴ്സിന്റെയും കോളം ബാലൻസ് ചെയ്യുക. എന്നിട്ട് ബാലൻസ് വരുന്ന എമൗണ്ട് ഇപ്പൊ ഗുപ്തയുടെ ടാലി ചെയ്യുമ്പോൾ 82,640 ക്രെഡിറ്റ് സൈഡിൽ വരും. തൃപ്പത്തിയുടെ 66,320 വരും. ചൗഹാന്റെ 108,960 വരും. അതുപോലെ തന്നെ നമുക്ക് ചൗഹാന്റെ കോളത്തിൽ 10,500 പിന്നെ 33,500 അതുപോലെ തന്നെ ഗുപ്തയുടെ കോളത്തിൽ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗുപ്തയുടെ കോളത്തിന്റെ ടോട്ടൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ഗുപ്ത ലോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 82,640 കാണിക്കുക. ഓക്കെ ആണോ? ഓക്കെ. അതിനുശേഷം ബാലൻസ് ഉള്ള ട്രാൻസ്ഫർ ചെയ്യുക. അതായത് 66,320 3,500 അതുപോലെ 30,000 കുറച്ചിട്ടുള്ള എമൗണ്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് തൃപ്പത്തിയുടെ കോളത്തിൽ കാണിക്കുക. അതായത് 32,820. അതുപോലെ തന്നെ ചൗഹാന്റെ കോളത്തിലും കാണിക്കുക. 108,960 10,500 കുറച്ചിട്ടുള്ള എമൗണ്ട് കാണിക്കുക. അപ്പൊ നമുക്ക് ബാലൻസ് 98,460 32,820 കിട്ടും. അതിനുശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക.
ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഫസ്റ്റ് ഐറ്റം, നമുക്ക് ക്വസ്റ്റിനിൽ തന്നെ ഫസ്റ്റ് ഐറ്റം പറഞ്ഞിരിക്കുന്നത് ഫ്രീ ഹോൾഡ് പ്രെമിസസ് എന്നാണ്. അത് 80,000 ആണ്. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, അത് അപ്രീഷിയേറ്റ് ചെയ്തു ഒരു 20%. അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് 16,000 അല്ലെ. അപ്പൊ ഈ നമ്മൾ ഓൾഡ് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഈ 80,000 ഒപ്പം നമ്മൾ ഈ കണ്ടുപിടിച്ച് 16,000 കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഫ്രീ ഹോൾഡ് പ്രെമിസസ് എന്ന് പറഞ്ഞു 96,000 കാണിക്കുക. 96,000 എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി അടുത്തത് രണ്ടാമത്തെ ഐറ്റം നമുക്ക് തന്നിരിക്കുന്നത് മെഷീനറി ആണ്. മെഷീനറിയുടെ വാല്യൂ എന്താണ്? 10% ഡിപ്രീസിയേഷൻ സംഭവിക്കുക ചെയ്തിരിക്കുന്നത്. 60,000 ആയിരുന്നു വാല്യൂ, അപ്പൊ 6,000 ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അപ്പൊ ഈ 60,000 നിന്ന് 6,000 കുറച്ചിട്ടുള്ള ബാലൻസ് എമൗണ്ട് ആണ് 54,000 അവിടെ തന്നേക്കുന്നത്. അത് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഐറ്റം എന്താണ്? ഫർണിച്ചർ ആണ്. ഫർണിച്ചർ എത്രയാണ്? 24,000 ആണ് പഴയ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത്. അതിനും എന്ത് സംഭവിച്ചു? ഡിപ്രീസിയേഷൻ സംഭവിച്ചു 7%. അത് എത്രയാണ്? 1,680. അപ്പൊ 24,000 നിന്ന് 1,680 കുറച്ചിട്ടുള്ള ബാലൻസ് എമൗണ്ട് 22,320. സൈഡിൽ എങ്ങാനും വേണേ എഴുതി വെച്ചോട്ടോ, അല്ലെങ്കിൽ എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല. നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് എത്രയായിരുന്നു? നമുക്ക് 40,000 ആയിരുന്നു. അത് നമ്മളോട് എന്താണ്? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 3,000 എന്ന് പറഞ്ഞു. അപ്പൊ പ്ലസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് 3,000 കാണിക്കുക. എന്നിട്ട് 40,000 നിന്ന് 3,000 കുറച്ചിട്ടുള്ള 37,000 കാണിക്കുക. അത് ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്ത സ്റ്റോക്ക് 44,000 ആയിരുന്നു. പക്ഷെ അത് അപ്രീസിയേഷൻ സംഭവിച്ചു 15%. അത് എത്രയാണ്? 6,600 ആയിരുന്നു. അപ്പോ സ്റ്റോക്കിന്റെ കൂടെ 44,000 കൂടെ 6,600 കൂട്ടിയിട്ടുള്ള എമൗണ്ട് 50,600. പിന്നെ ക്യാഷിന് വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് 14,000 എന്ന് തന്നെ കാണിക്കുക. പിന്നെ ലയബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് 36,000 അതുപോലെ തന്നെ എടുത്തെഴുതുക. ബിൽസ് പേയബിളിനും അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, അതും 24,000 അതേപോലെ തന്നെ എടുത്തെഴുതുക. പിന്നെ നമുക്ക് എന്താണ് അഡീഷണൽ ആയിട്ട് വരുന്നത്? ഒരു ഗുപ്താസ് ലോൺ ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് 82,640. അപ്പൊ ഗുപ്താസ് ലോൺ എന്ന് പറഞ്ഞ് 82,640 കാണിക്കുക. അതിനുശേഷം നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ്, അതായത് 98,460, 32,820. ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ചൗഹാന്റെ ക്യാപിറ്റൽ 98,460 കാണിക്കുക. തൃപ്പത്തിയുടെ 32,820 കാണിക്കുക. അതിനുശേഷം അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്തിട്ട് 131,280 കാണിക്കുക. ഇത്രയും ആഡ് ചെയ്തിട്ട് രണ്ട് സൈഡും ഈക്വൽ ആയിട്ടാണോ കിട്ടിയേക്കുന്നതെന്ന് നോക്കുക. ക്ലിയർ ആയോ? അത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ. ഷിൻഡോ ക്ലിയർ ആയോ? ആ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആണ്. അത് 334 പേജ് നമ്പർ, തൊട്ടിപ്പുറത്തെ പേജ്. അപ്പൊ അതായത് നമ്മളിപ്പോ ഒരു റിട്ടയർ ആയ പാർട്ട്ണറുടെ കാര്യമാണ് ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി ഡെത്ത് ആയ ഒരു പാർട്ട്ണറുടെ കാര്യമാണ് പഠിക്കുന്നത്. On the death of a partner, the accounting treatment regarding goodwill, revaluation of assets and reassessment of liabilities, accumulated reserves and undistributed profit are similar to that of the retirement of partner. അതായത് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ ഉള്ള അതേ പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഒരു പാർട്ട്ണർ ഡെത്ത് ആയി കഴിയുമ്പോഴും ഉള്ളത്. അപ്പൊ അതിൽ കുറച്ച് ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിക്കോളുക. ദ എമൗണ്ട് സ്റ്റാൻഡിംഗ് ടു ബി ക്രെഡിറ്റ് ഓഫ് ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദി ഡിസീസ്ഡ് പാർട്ട്ണർ. അതായത് ആ മരിച്ച പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റില് എമൗണ്ട് കാണിക്കുക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡഡ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത്.
അതായത് നമ്മുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. ദെൻ ഷെയർ ഓഫ് ഗുഡ് വിൽ ഓഫ് ദി ഫോം, എന്തെങ്കിലും ഗുഡ് വിൽ ഏത് രീതിയിലാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്ന ആ രീതിയിൽ ഷെയർ ചെയ്യുക. പിന്നെ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവ് ഏത് രീതിയിലാണ് അൺഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ എന്ന് പറഞ്ഞിരിക്കുന്ന ഏത് റേഷ്യോയിലാന്ന് നോക്കുക. പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓൺ ദ റിവാലുവേഷൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അസറ്റ് ലയബിലിറ്റീസിന്റെ പ്രോഫിറ്റ് ഏത് രീതിയിലാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് നോക്കുക. അതെല്ലാം എഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ദി ഡെത്തിന്റെ ടൈമിലുള്ള പ്രോഫിറ്റിന്റെ ഷെയർ എത്രയാന്ന് നോക്കുക. പിന്നെ ജോയിന്റ് ലൈഫ് പോളിസി ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഷെയർ എത്രയാന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. പിന്നെ ഇത് ഫോളോയിങ് എമൗണ്ട്സ് ആർ ഡെബിറ്റഡ് ടു ദ അക്കൗണ്ട് ടു ദ ഡിസീസ്ഡ് ലീഗൽ റെപ്രസെന്റേറ്റീവ്. ഇനി കാര്യങ്ങൾ ഏതൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് ഓൺ ദി റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഓഫ് ലോസ് that have occurred till the date of his death. അതായത് എന്തെങ്കിലും ലോസോ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാം. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആണ് മെയിൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ടൈം ബേസിസിലും പിന്നെ ഒന്ന് ടേൺ ഓവറിലുള്ള അല്ലെങ്കിൽ സെയിൽസിന്റെ ബേസിസിലും നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ടൈം ബേസിസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് പ്രീവിയസ് ഇയർ ഈസ് 2,25,000 ആൻഡ് പാർട്ണേഴ്സ് ഡൈസ് 3 months ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് പ്രീവിയസ് ഇയർ. ഇത് പ്രോഫിറ്റ് ഓഫ് ദി 3 months ഈസ് 31,250. അതായത് ഈ പ്രീവിയസ് ഇയറിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,25,000 ആയിരുന്നു. പക്ഷെ ആ പാർട്ണർ എന്താണ് പ്രീവിയസ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം 3 മാസത്തിന് ശേഷമാണ് ആ പാർട്ണർ മരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 3 മാസത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 31,250 അപ്പം 1,25,000 ഇൻറ്റു 3/12. 3/12 എന്താണ്? 3 മാസം മാത്രമേ അയാള് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എന്താണ്? 12 ബാക്കിയുള്ള മാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ 3 മാസത്തെ മാത്രം പ്രോഫിറ്റ് അയാൾക്ക് കൊടുത്താൽ മതി. അതാണ് അവിടെ 3/12 കാണിച്ചിരിക്കുന്നത്. ഇഫ് ദ ഡിസീസ്ഡ് പാർട്ട്ണർ ടുക്ക് 2/10 ഷെയർ ഓഫ് പ്രോഫിറ്റ്, എന്താണ് അയാൾ എന്താണ് 2/10 പ്രോഫിറ്റ് ആണ് അയാൾക്ക് കിട്ടേണ്ടത്. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത് 6,250. അതായത് ഈ 31,250 ആയിരുന്നു അയാളുടെ ഫേമിന്റെ ടോട്ടൽ പ്രോഫിറ്റ്. അതിൻ്റെ അകത്തുനിന്ന് 2/10 മാത്രം അയാൾക്ക് കൊടുത്താൽ മതി. ഓക്കെ, അതാണ് ടൈം ബേസിസിൽ. അതായത് അയാൾ എത്ര ടൈമാണോ ആ ഫേമിൽ ഉണ്ടായിരുന്നത് ആ ടൈമിലുള്ള പ്രോഫിറ്റ് അയാൾക്ക് കൊടുക്കുക. അതാണ് ടൈം ബേസിസ് എന്ന് പറയുന്നത്. പിന്നെ ടേൺ ഓവർ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ടോട്ടൽ സെയിൽ ലാസ്റ്റ് ഇയറിൽ എത്രയാണോ ടോട്ടൽ സെയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, സെയിം റേറ്റിലോ അല്ലെങ്കിൽ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന റേഷ്യോയിലോ എന്ത് ചെയ്യാം, അയാൾക്ക് അതിന്റെ ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് ടേൺ ഓവർ ബേസിസ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്, ജസ്റ്റ് നോക്കിക്കോളുക. അരുൺ, തരുൺ, നേഹ ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:2:1. നേഹ dies on 31st May 2014. Sales for the year 2013-14 amounted to rupees 4 lakh and the profit on sale is rupees 60,000 and account are closed on March 31st every year. Sales from 1st April 2014 to 31st May 2014 is 1 lakh. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ടൈം ബേസിസ് ഉണ്ട്, ടേൺ ഓവർ ബേസിസ് ഉണ്ട്. അതുകൊണ്ട് ഡേറ്റ് വളരെ ശ്രദ്ധിക്കണം. എന്താണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയായിരുന്നു? 3:2:1 എന്നുള്ളതാണ്. ആരാണ് മരിച്ചുപോയത്? നേഹയാണ് മരിച്ചുപോയത്. 31st March 2014 മരിച്ചിരിക്കുന്നത്. മെയ് 31 മരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2013-14 സെയിൽസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. ആൻഡ് ദി പ്രോഫിറ്റ് ഓൺ സെയിൽ ഈസ് 60,000. അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 സെയിൽസിലെ. ദെൻ അക്കൗണ്ട്സ് ആർ ക്ലോസ് ടു 31st March every year. എല്ലാ വർഷവും എന്താണ് 31st March എന്ത് ചെയ്യുന്നത്,
അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത്. സെയിൽസ് ഫ്രം 1st ഏപ്രിൽ 2014 മുതൽ 31st മെയ് 2014 വരെ 1 ലക്ഷം ആയിരുന്നു. അപ്പോൾ 1st ഏപ്രിൽ ടു 31st മെയ് വരെയുള്ള സെയിൽസ് എന്ന് പറയുന്നത് 1 ലക്ഷമായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ദ ഡിസീസ്ഡ് പാർട്ട്ണർ ഷെയർ ഇൻ ദ പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത്. ഡേറ്റ് ഓഫ് ഡെത്ത് വരെയുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അയാളുടെ ഷെയർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അപ്പൊ ഇത് ചെയ്യണത് ടൈം ബേസിസിലാണ് ടേൺ ഓവറിലാണോ ചെയ്യണത്? രണ്ടും എടുക്കണം. കാരണം അയാള് രണ്ടും പുതിയ ഇയർ തുടങ്ങിയപ്പോ 2 മാസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഏപ്രിലും മെയ്യും. അതെ അതെ. അപ്പൊ രണ്ടും എടുക്കണം. ഷിൻഡോ ശ്രദ്ധിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. എന്താ മനസ്സിലാവാത്തെന്ന് പറയാമോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. നമുക്ക് 3 പാർട്ട്നേഴ്സിനെ തന്നിട്ടുണ്ട്. ആരാണ്? അരുൺ, തരുൺ, നേഹ. അവരുടെ റേഷ്യോ 3:2:1. നേഹ അതില് മരിച്ചുപോയി. എന്നാണ്? 31st മെയ് 2014 മരിച്ചത്. കഴിഞ്ഞ വർഷത്തെ 2013-14 സെയിൽസ് എന്ന് പറയുന്നത്, സെയിൽസ് അതായത് ടേൺ ഓവർ എന്ന് പറയുന്നത് 4 ലക്ഷമായിരുന്നു. പിന്നെ എന്താണ്? അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 ആണ്. ദെൻ എല്ലാ വർഷവും 31st മാർച്ചിലായിരുന്നു അവർ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ സെയിൽസ് ഫ്രോം, അതുകൊണ്ട് തന്നെ 1st ഏപ്രിൽ 2014 മുതൽ 31st മെയ് 2014 വരെയുള്ള അവരുടെ സെയിൽ എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവർ തന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് ആ മരിച്ച ആൾക്ക് എത്ര പ്രോഫിറ്റ് കൊടുക്കാൻ സാധിക്കും എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? 4 ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തെ സെയിൽ തന്നിട്ടുണ്ട്. അതിന്റെ പ്രോഫിറ്റും തന്നിട്ടുണ്ട് അല്ലെ? 4,60,000 തന്നിട്ടുണ്ട്. ഈ വർഷത്തെ സെയിലും തന്നിട്ടുണ്ട്. 2 മാസത്തെ സെയിലും നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിന് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കഴിഞ്ഞ വർഷത്തെ സെയില് ഇൻറ്റു ഈ വർഷത്തെ സെയില്. അതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് 60,000 ഡിവൈഡഡ് ബൈ 4 ലക്ഷം ഇൻറ്റു 1 lakh. ഓക്കെ, സോ നമുക്ക് 15,000 കിട്ടി. ഈ 15,000ന്റെ നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് 3:2:1. അപ്പൊ 1/6 ആണ് ആരുടെ? നേഹയുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഈ 15,000ന്റെ 1/6 കണ്ടു കഴിഞ്ഞാൽ നേഹയുടെ ഷെയർ എത്രയാന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? എവിടെയെങ്കിലും മനസ്സിലാകാത്തുണ്ടോ? ഇതല്ലെങ്കിൽ വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. അതാണ് നിങ്ങൾക്ക് അതിന്റെ തൊട്ട് താഴെ തന്നെ തന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കാം. അതായത് കഴിഞ്ഞ വർഷത്തെ സെയിൽ വെച്ചിട്ട്, അതായത് 60,000 ഡിവൈഡഡ് ബൈ 4 ലക്ഷം ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര ശതമാനം പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ 60,000 ഡിവൈഡഡ് ബൈ 4 ലക്ഷം ചെയ്ത് കഴിഞ്ഞപ്പോൾ 15% പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷത്തെ സെയിൽ എടുക്കുക, 1 ലക്ഷം. ആ 1 ലക്ഷത്തിന്റെ 15% കാണുക. അതാണ് 15,000. ഓക്കെ ആണോ? രണ്ടാമത്തെ മെത്തേഡാണ് എളുപ്പം. ഏത് മെത്തേഡ് വേണേലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിന്റെ എന്ത് ചെയ്യുക? 1/6 കാണുക. അപ്പൊ നേഹയുടെ ഷെയർ എന്ന് പറയുന്നത് 2,500. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചോ? ഓക്കെ ആണോ? ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാം. നോക്കിക്കോ. ന്യൂട്ടൺ
Nudan, Sumit and Shiva are partners in the firm, sharing profit in the ratio 5:3:2. On 31st December 2014, their balance sheet was under. ഇതാണ് അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്. അപ്പം ബാലൻസ് ഷീറ്റിലുള്ള കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ നോക്കുക. നൂതൻ ഡൈസ് ഓൺ July 1st, 2015. July 1st, 2015 ആര് മരിച്ചു? നൂതൻ മരിച്ചു. ഇറ്റ് വാസ് എഗ്രീഡ് ബിറ്റ്വീൻ ഹെർ എക്സിക്യൂട്ടർ ആൻഡ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ് ദാറ്റ്. എന്താണ് ഇത്? അയാളും അയാളുടെ എക്സിക്യൂട്ടറും തമ്മിലുള്ള എന്താണ് ഒരു എഗ്രിമെന്റും ഉണ്ടായിരുന്നു ആ കൂടെ. അപ്പം റിമൈനിങ് പാർട്ട്നേഴ്സും തമ്മിലും അയാളുടെ എക്സിക്യൂട്ടറും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ താഴെ പറഞ്ഞിരിക്കുന്നത്. ഗുഡ്വിൽ ടു ബി വാല്യൂഡ് അറ്റ് 2.5 years പർച്ചേസ് ഓഫ് ദ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദ ലാസ്റ്റ് 4 years. അപ്പൊ നമുക്ക് താഴെ തന്നിരിക്കുന്ന കുറച്ച് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഒരു 4 വർഷത്തെ പ്രോഫിറ്റ്. അതായത് 2011 25,000, 2012 20,000, 2013 40,000, 2014 35,000. അപ്പൊ എന്താണ് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ ഗുഡ്വിൽ കണ്ടുപിടിക്കണം. നമ്മൾ ഇതെല്ലാം നേരത്തെ പഠിച്ചതാണ്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേന്നൊക്കെ. ക്ലാസ്സിൽ രണ്ടുപേരും ഷിൻഡു ഉണ്ടായിരുന്നില്ലേ? ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചപ്പോ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞങ്ങളുടെ ഓർമ്മ കിട്ടല്ലേ. ബിൽഡിംഗ് ഈസ് വാല്യൂഡ് അറ്റ് 70,000. ബിൽഡിങ്ങിന്റെ വാല്യൂ 70,000 ആയി, പ്ലാന്റിന്റെ വാല്യൂ 46,000 ആയി, സ്റ്റോക്കിന്റെ വാല്യൂ 32,000 ആയി. അപ്പൊ നമ്മൾ പഴയ ബാലൻസ് ഷീറ്റ് വെച്ച് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണോ ഡിപ്രീസിയേഷൻ സംഭവിക്കുകയാണോ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2015 be taken as having accrued at the same rate as that of the previous year. അതായത് 2015 പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതേ സെയിം റേറ്റിൽ പ്രീവിയസ് ഇയറിലെ അതേ പ്രോഫിറ്റ് ആയിട്ട് തന്നെ എടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് പ്രൊവൈഡഡ് അറ്റ് 9% per annum. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ റേറ്റ് എന്ന് പറയുന്നത് 9% On 1st July 2015, her drawings account showed a balance of ₹20,000. 1st ജൂലൈയില് അവളുടെ ബാലൻസ് എന്ന് പറയുന്നത്, ഡ്രോയിങ്സ് അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 20,000 ആയിരുന്നു. ദെൻ ₹25,950 എന്താണ് ടു ബി പെയ്ഡ് ഇമ്മീഡിയറ്റ്ലി ടു ഹെർ എക്സിക്യൂട്ടർ. എക്സിക്യൂട്ടറിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പേ ചെയ്തിരിക്കുന്നത് 25,950 രൂപയാണ്. Then the balance is transferred to her executor's loan account. ബാലൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? എക്സിക്യൂട്ടറിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ നമ്മളവിടെ എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? നൂതൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, നൂതൻസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം 1st July 2015. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഷിൻഡോയ്ക്ക് ക്ലിയർ ആണോ? ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് അതിൽ നിന്ന് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞു വാല്യൂ ഓഫ് ഗുഡ്വിൽ. നമുക്ക് ഫസ്റ്റ് പോയിന്റ് തന്നിരിക്കുന്നത് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പോയിന്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ആയിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമുക്ക് 4 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 25,000, 20,000, 40,000, 35,000. അപ്പൊ ഇത് 4ഉം കൂടെ ആഡ് ചെയ്യാം. ഈ 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 1,20,000 തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പം 1,20,000 ഡിവൈഡഡ് ബൈ 4 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഡിവൈഡഡ് ബൈ 4 കാണുക. അപ്പൊ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അതായത് 1,20,000 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 30,000. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഗുഡ്വിൽ ടു ബി വാല്യൂഡ് അറ്റ് 2.5 years പർച്ചേസ് ഓഫ് ദി ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റിന്റെ 2.5 വർഷത്തെയാണ് നമ്മൾ ഗുഡ്വിൽ കാണേണ്ടത്. അപ്പം 30,000 ഇൻറ്റു 2.5 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 2.5 വർഷത്തെ ഗുഡ്വിൽ കിട്ടും. ഓക്കെ, അപ്പൊ 30,000 ഇൻറ്റു 2.5 ആണ് 75,000. ഓക്കെ, ഇനി ഇതിൽ എന്ത് ചെയ്യണം? ഈ മരിച്ചുപോയ പാർട്ട്ണറുടെ ഗുഡ്വിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഈ 75,000 ഇൻറ്റു ഈ മരിച്ചയാളുടെ ഷെയർ എത്രയായിരുന്നു? 5, 5 3 8 2 10. അപ്പൊ 5/10 ആണ് എന്ത്? അയാളുടെ ഷെയർ എന്ന് പറയുന്നത്. ഈ 75,000ന്റെ 5/10 ആണ്
37,500. അതാണ് നൂതന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ഇതെന്ത് ചെയ്യണം? ഈ 37,500 അഡ്ജസ്റ്റ് ചെയ്യണം. ആരുടെയൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം? സുമിത്തിന്റെ ഷിബയുടെ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഏത് റേഷ്യോയില്? ഒരു ഓൾഡർ റേഷ്യോ എത്രയാണ്? 3:2 എന്ന റേഷ്യോയില് വീതിക്കണം. ഈ 37,500 3:2 എന്ന റേഷ്യോയില് വീതിക്കണം. അതാണ് അവിടെ തന്നിരിക്കുന്നത്. 22,500 15,000. ഓക്കെ ആണോ? 27,500 മാം? 3:2. 37,500 ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഗുഡ് വിൽ ഇല്ലേ, നൂതന്റെ ഷെയർ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നിലവിലുള്ള പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അത്. സോ അതുകൊണ്ട് അവരുടെ എക്സിസ്റ്റിംഗ് റേഷ്യോയില് 3:2 അല്ലെങ്കിൽ അവരുടെ ഗെയിനിങ് റേഷ്യോയില് വീതിച്ചു കൊടുക്കുക. ഓക്കെ ഓക്കെ. ദെൻ ഇനി നൂതൻ മരിച്ച സമയത്തുള്ള നമ്മൾ ആദ്യം കണ്ടുപിടിച്ചോളൂ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? നമ്മളോട് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2050. മൂന്നാമത്തെ പോയിന്റ് നോക്ക്. പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2050 വി ടേക്കൻ ആസ് ഹാവിംഗ് അക്രൂഡ് അറ്റ് ദ സെയിം റേറ്റ് ആസ് ദാറ്റ് ഓഫ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിലെ അതേ പ്രോഫിറ്റ് തന്നെ എന്ത് ചെയ്യണം? ഈ വർഷത്തെ പ്രോഫിറ്റ് ആയിട്ടും എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2014 പ്രോഫിറ്റ് എന്ന് പറയുന്നത് 35,000 ആയിരുന്നു. അപ്പൊ 2015 35,000 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 35,000 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 ജൂലൈയിലാണ് മരിച്ചെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ 6 മാസം ആള് കമ്പനിയിലുണ്ടായിരുന്നു അല്ലെ? ജൂൺ വരെ അയാള് കമ്പനിയിലുണ്ടായിരുന്നില്ലേ? ജൂൺ 30 വരെ. അപ്പം ആ 35,000 6/12 ആണ്. 6 മാസത്തെ മാത്രം എടുക്കുക. എന്നിട്ട് അയാളുടെ ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്യാം. എത്രയാണ്? 5/10. ഓക്കെ ആണോ? അതാണ് 8,750. അയാളുടെ ഡെത്ത് സമയത്തുള്ള അയാളുടെ പ്രോഫിറ്റ് ഷെയർ ആണ് 8,750. ഷിൻഡയ്ക്ക് ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് റിസർവ് ഫണ്ട് എത്രയാന്ന് കണ്ടുപിടിക്കണം. 15,000 ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. 15,000 ആണ് റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അയാളുടെ ഷെയർ മാത്രം കണ്ടുപിടിക്കുക. 5/10. ഓക്കെ. അതാണ് 7,500. 15,000 5/10 ആണ് 7,500. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 9% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അയാളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 60,000 ആണ്. ആ 60,000 9% ഇൻറ്റു 6 മാസമാണ് അയാൾ ഉണ്ടായിരുന്നുള്ളൂ. 6/12 ആണ്. അതാണ് അയാളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റിലൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി ഡയറക്റ്റ് ആയിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിൽഡിംഗ് ഈസ് വാല്യൂഡ് അറ്റ് 70,000. നമുക്ക് ഓൾറെഡി ബിൽഡിംഗ് 60,000 ഉണ്ടായിരുന്നുള്ളൂ. ബാലൻസ് ഷീറ്റിൽ 60,000 അല്ലേ? ആ 60,000 ബിൽഡിങ്ങിന്റെ വാല്യൂ 70,000 ആയി. അപ്പൊ എന്താണ്? 10,000 ഇൻക്രീസ് ചെയ്തു. സോ ആ ഇൻക്രീസ് ചെയ്ത എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബിൽഡിംഗ് എന്നും പറഞ്ഞ് കാണിക്കുക. പിന്നെ എന്താണ്? പ്ലാന്റ് അറ്റ് 46,000. നിലവില് പ്ലാന്റ് 50,000 ആയിരുന്നു. പക്ഷെ അത് 46,000 ആയിട്ട് കുറഞ്ഞു പോയി.
എന്താണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അപ്പോ ബാലൻസ് ഉള്ള 50,000 46,000 കുറച്ചിട്ടുള്ള 4,000 എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ പ്ലാന്റ് എന്ന് പറഞ്ഞ് കാണിക്കുക. ഇനി എന്താണ് സ്റ്റോക്ക് അറ്റ് 32,000 32,000 ആണ് സ്റ്റോക്ക്. നിലവിൽ 27,000 ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് 32,000 ആയി. അപ്പൊ എന്ത് ചെയ്തു? 5,000 സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തു. അത് ക്രെഡിറ്റ് സൈഡിൽ സ്റ്റോക്ക് 5,000 എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റീവാല്യൂ ചെയ്യാൻ തന്നിട്ടുള്ളൂ. എന്നിട്ട് ഇതിനെ ബാലൻസ് ചെയ്യാം. അപ്പൊ 10,000 5,000 കൂട്ടി 15,000, പിന്നെ പ്ലാന്റിന്റെ ഒരു 4,000. ആ 15,000 4,000 കുറച്ചിട്ടുള്ള എമൗണ്ട് 11,000. അതിനെന്ത് ചെയ്യാം? റേഷ്യോയില് പ്രോഫിറ്റിന് റേഷ്യോയില് വിധിക്കുക. എന്താണ് റേഷ്യോ? എത്രയായിരുന്നു? 5:3:2 എന്നുള്ള റേഷ്യോയില് വീതിക്കുക. അപ്പൊ നമുക്ക് 5,500 3,300 2,200 കിട്ടും. എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യാം. റീവാലുവേഷൻ അക്കൗണ്ട് ഓക്കെ ആണോ? ഓക്കെ. 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 ഇനി നമുക്ക് വരയ്ക്കേണ്ടത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നൂതൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നൂതൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ നേരത്ത് ആദ്യം ബാലൻസ് ബ്രോഡ് ഓൺ, അയാളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പഴയ ബാലൻസ് ഷീറ്റ്, ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ 60,000 തന്നിട്ടുണ്ട്. സോ ആ 60,000 ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ നമ്മളിപ്പോ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. റിസർവ് ഫണ്ട് കണ്ടുപിടിച്ചു 7,500 അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ ഗുഡ്വില് ട്രാൻസ്ഫർ ചെയ്ത് മേടിച്ചില്ലേ, അതായത് അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചു അല്ലെ, 22,500 15,000 അല്ലേ? ഓക്കെ. അപ്പൊ സുമിത്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 15,000, ഷീബാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 22,500 കാണിക്കുക. നൂതൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നൂതന്റെ എഴുതാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് സുമിത്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ഷീബാസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ എന്താണ്? പ്രോഫിറ്റ് ഷെയർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് പ്രത്യേകിച്ച് എന്തിന്റെയാന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് വിട്ടേക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് 8,750. പിന്നെ നമ്മൾ നോക്കുക, നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. അതിൽ നൂതന്റെ ക്യാപിറ്റൽ 5,500 ആയിരുന്നു. സോ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 5,500 കാണിക്കുക. ഓക്കെ. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,700. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 2,700 കാണിക്കുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും 1 ജൂലൈ 2015 ഡ്രോയിങ്സ് എത്രയായിരുന്നു? 20,000 ആയിരുന്നു. സോ ഡെബിറ്റ് സൈഡില് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് 20,000 കാണിക്കുക. എന്നിട്ട് ഇതിനെ ബാലൻസ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 121,950. അതിൽ നിന്ന് 20,000 കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നൂതൻസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പൊ 101,950. എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. ഇനി നൂതൻസ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് വരയ്ക്കുക. അതിനകത്ത് വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. ഈ നൂതന്റെ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് നൂതൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? ബാലൻസ് കിട്ടിയ എമൗണ്ട് ഇല്ലേ 101,950, അതിവിടെ ഓപ്പൺ ചെയ്യുക. 101,950. ഈ 1,21,950 20,000 മൈനസ് ചെയ്യണോ? 20,000 മൈനസ് ചെയ്യുക. ഓക്കെ ഓക്കെ. ആ കിട്ടിയ എമൗണ്ട് നൂതൻസ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്ക് ഓപ്പൺ ചെയ്യുക. 101,950. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ ഒരു എൻട്രിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. 25,950 എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ടർക്ക് പേ ചെയ്തതായിട്ട് പറയുന്നുണ്ട് അല്ലെ? സോ അപ്പൊ എക്സിക്യൂട്ടർക്ക് പേ ചെയ്തതുകൊണ്ട് ബൈ ബാങ്ക് എന്ന് പറഞ്ഞ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞ് 25,950 കാണിക്കുക. പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് ബാലൻസ് എമൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന? എക്സിക്യൂട്ടേഴ്സിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഈ 101,950 25,950 കുറച്ചിട്ടുള്ള ബാലൻസ് എമൗണ്ട് 76,000 നൂതൻസ് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇത്രയാണ് ഡെത്തിന്റെ കേസസിൽ വരുന്നത്. ഡെത്തിന്റെ കേസസിൽ മെയിൻ ആയിട്ട്
പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, ഈ പ്രോഫിറ്റ് കാൽക്കുലേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് അങ്ങനെ വരാറില്ല. പിന്നെ വരുന്നത് റിട്ടയർമെന്റിന്റെ കേസാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് വരുന്നത് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ആണ് നെക്സ്റ്റ് ചാപ്റ്റർ. ഇതിന്നും വലിയ കാര്യമായിട്ടൊന്നും ചോദിക്കില്ല, എന്നാലും ചെറിയൊരു പ്രോബ്ലം മാത്രമേ ചോദിക്കുള്ളൂ. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒന്നെങ്കിൽ എൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുക. അതാണ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഇത് പല റീസൺ കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഫേം ഡിസൊല്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റിന്റെ ബേസിസിൽ എന്ത് ചെയ്യാം, ഈ ഫേം ഡിസൊല്യൂട്ട് ചെയ്യാം. അതായത് ഒന്നെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിന്റെ കൺസെന്റ് പ്രകാരം എന്ത് ചെയ്യാം, എഗ്രിമെന്റിന്റെ ബേസിസിൽ ഡിസൊല്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ ഈ രീതിയിലാണ് ഡിസൊല്യൂട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഡിസൊല്യൂഷൻ സംഭവിക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, കമ്പൽസറി ഡിസൊല്യൂഷൻ ആണ്. എന്താണ്, എ ഫേം ഡിസോൾവ് കമ്പൽസറി ഇൻ ദ ഫോളോയിങ് കേസസ്. എന്താണ്, താഴെ പറയുന്ന കേസസിൽ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, ഡിസൊല്യൂഷൻ ചെയ്യണം. എങ്ങനെയാണ്, when all the partners or all 340 ആണോ മിസ്? എന്തോ പേജ് നമ്പർ 340 ആണോ? 346. ഓക്കെ. Okay, ഒന്ന് when all the partners or all excepting one partner becomes insolvent or unsoundment. ഏതെങ്കിലും പാർട്ട്നേഴ്സോ ഏതെങ്കിലും ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ എല്ലാ പാർട്ട്ണറോ ഇൻസോൾവെന്റ് ആവുകയോ അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫേം കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, വൈൻഡപ്പ് ചെയ്യണം. അല്ലെങ്കിൽ when the business becomes unlawful, എന്താണ്, നിയമപരമല്ലാത്ത രീതിയിലാണ് ബിസിനസ് റൺ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഇത് കമ്പൽസറി ആയിട്ട് ഡിസൊല്യൂഷൻ ചെയ്യണം. When all the partners excepting one decided to retire from the firm. അതായത് ഒരു പാർട്ട്ണർ എന്താണ്, ഫേമിൽ നിന്ന് റിട്ടയർ, അല്ലെങ്കിൽ എല്ലാ പാർട്ട്ണറിനെ ഒഴിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി റിട്ടയർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ഡിസൊല്യൂഷൻ ചെയ്യണം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫേമായിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും കേട്ടോ. When all the partners or all excepting one partner die. ഏതെങ്കിലും ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ എല്ലാ പാർട്ട്ണറോ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കമ്പൽസറി ഡിസൊല്യൂഷൻ ആണ്. A firm is dissolved compulsory if the partnership deed includes any provision regarding the happening of the following events. താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെന്നുണ്ട് എന്ന കാര്യം പാർട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എന്ത് ചെയ്യണം, ഡിസൊല്യൂഷൻ ചെയ്യണം. എക്സ്പയറി ഓഫ് ദി പീരീഡ് ഫോർ വിച്ച് ദ ഫോം വാസ് ഫോംഡ്. എത്ര വർഷത്തേക്കെന്നും പറഞ്ഞിട്ട് ഫേം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേം എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് ഡിസൊല്യൂഷൻ ചെയ്തിരിക്കണം. കംപ്ലീഷൻ ഓഫ് ദ സ്പെസിഫിക് വെഞ്ചർ ഓർ പ്രോജക്ട് ഫോർ വിച്ച് ദ ഫോം വാസ് ഫോംഡ്. അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ഏതൊരു പ്രൊജക്ടിന് വേണ്ടിയോ മാത്രം സ്റ്റാർട്ട് ചെയ്ത ഫേം ആണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം അതിന്റെ കംപ്ലീഷന് ശേഷം എന്ത് ചെയ്യണം, ഫോം ഡിസൊല്യൂഷൻ ചെയ്തിരിക്കണം. Then dissolution by notice. In case of a partnership at will, the firm may be dissolved if any of the partner gives a notice in writing to the other partners. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് നോട്ടീസ് അയക്കുകയാണ്, അതായത് ഡിസൊല്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാരണം കൊണ്ട് എന്ത് ചെയ്യണം, ഡിസൊല്യൂഷൻ ചെയ്യണം. ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. ഇനി എന്താണ്, കോർട്ടിന് ഡയറക്റ്റ് ആയിട്ട് ഡിസൊല്യൂഷൻ ചെയ്യാം. എങ്ങനെ, എ കോർട്ട് മേ ഓർഡർ എ പാർട്ണർ ഫേം ടു ഡിസോൾവ് ദ ഫോളോയിങ് കേസസ്. വെൻ എ പാർട്ണർ ബിക്കംസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. എന്താണ്, അൺസൗണ്ട് മൈൻഡ് ആയി കഴിഞ്ഞു സോറി
ഒരു പാർട്ണർ അൺസൗണ്ട് മൈൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കോർട്ടിനെ കമ്പൽസറി ആയിട്ട് ഡിസൊല്യൂഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. When a partner becomes permanently incapable of performing his or her duties as a partner, ഏതെങ്കിലും ഒരു പാർട്ണർ അയാളുടെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോർട്ടിനെ ഡയറക്റ്റ് ആയിട്ട് ഡിസൊല്യൂഷൻ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, മാനേജ്മെന്റ് ഓഫ് ദി ഫേം ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് ബ്രീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കോർട്ടിനെ ഡയറക്റ്റ് ആയിട്ട് ഡിസൊല്യൂഷൻ ചെയ്യാം. അതുപോലെ തന്നെ when a partner conduct likely to adversely affect the business of the firm, ഏതെങ്കിലും പാർട്ണർ എന്താണ് ഫേമിനെ ബിസിനസിനെ അഡ്വേഴ്സലി ആയിട്ട് എഫക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കോർട്ടിന് ഡയറക്റ്റ് ആയിട്ട് ഡിസൊല്യൂഷൻ ചെയ്യാം. പിന്നെ പാർട്ണർ ട്രാൻസ്ഫർ ഹിസ് ഓർ ഹെർ ഇൻട്രസ്റ്റ് ഇൻ ദ ഫോം ടു ദ തേർഡ് പാർട്ടി, അതായത് ഫേമിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വേറൊരു തേർഡ് പാർട്ടിക്ക് കൈമാറുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ കാരണം കൊണ്ട് കോർട്ടിന് ഡിസൊല്യൂഷൻ ചെയ്യാം. The court regard dissolution to be just and equitable. എന്താണ്? കോർട്ടിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇക്വിറ്റബിൾ ബേസിസിൽ എന്ത് ചെയ്യാം? ഫേം വേണമെങ്കിൽ ഡിസൊല്യൂഷൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫേമിന് ഡിസൊല്യൂഷൻ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ഇങ്ങനെ ഡിസൊല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, നമ്മുടെ ഫേമിൽ അസറ്റും ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, ക്യാഷ്, ബാങ്ക്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലെയിം ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഡിസ്പോസ് ചെയ്യണം, അല്ലെ അസറ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. Realization account is an account in which asset excluding cash in hand bank are transferred to at their book value and all external liabilities are transferred to their book value. അതായത് ഈ ഒരു ടൈമിൽ നമ്മുടെ എല്ലാ അസറ്റുകളും, അതായത് എക്സ്ക്ലൂഡിങ് ക്യാഷ് ഇൻ ഹാൻഡും ബാങ്കും എന്ത് ചെയ്യും? എല്ലാം ബുക്ക് വാല്യൂല്, ശ്രദ്ധിക്കണം, ബുക്ക് വാല്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ എല്ലാ എക്സ്റ്റേണൽ ലയബിലിറ്റീസ്, ശ്രദ്ധിക്കണം, എല്ലാ എക്സ്റ്റേണൽ ലയബിലിറ്റീസും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതും ബുക്ക് വാല്യൂവിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എക്സ്ക്ലൂഡിങ് ക്യാഷ് ആൻഡ് ബാങ്ക് ആണ്. അതുപോലെ തന്നെ അസറ്റും ലയബിലിറ്റീസും ഏത് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യണം? ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ ആണോ? ഈ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് നോക്കിക്കോ, പേജ് നമ്പർ 352. കണ്ടോ? കണ്ടു. അതില് ഡെബിറ്റ് സൈഡില് നോക്കിക്കോ, ഓൾ അസറ്റ്സ് അക്കൗണ്ട്, അത് നോക്കിക്കോ, ശ്രദ്ധിച്ചു. ബുക്ക് വാല്യൂ എന്ന് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, എക്സെപ്റ്റ് ക്യാഷ് ഓർ ബാങ്ക്. അതുപോലെ തന്നെ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് നമ്മൾ എഴുതും എന്താണ്? പേയ്മെന്റ് ഓഫ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ്. എക്സ്റ്റേണൽ ലയബിലിറ്റിയിൽ ഏതെങ്കിലും പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കും. അതുപോലെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്? ഈ എനി ലയബിലിറ്റീസ് പെയ്ഡ് ബൈ പാർട്ട്ണർ, ഏതെങ്കിലും ലയബിലിറ്റി പാർട്ട്ണർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പിന്നെ തന്നിട്ടുണ്ട് എന്താണ്? എക്സ്പെൻസസ് ഓൺ റിയലൈസേഷൻ. റിയലൈസേഷനിൽ എന്തെങ്കിലും എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാം. ദെൻ എക്സ്റ്റേണൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, എക്സ്പെൻസസ് ഓൺ റിയലൈസേഷൻ പെയ്ഡ് ബൈ എ പാർട്ട്ണർ. എന്താണ്? റിയലൈസേഷൻ എക്സ്പെൻസസ് ഏതെങ്കിലും ഒരു പാർട്ട്ണറാണ് പേ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. ഇനി ക്രെഡിറ്റ് സൈഡിൽ നോക്കുക, ഓൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് അക്കൗണ്ട്. എന്താണ്? എല്ലാ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് അക്കൗണ്ട് ഇവിടെ കാണിക്കണം, അതും ബുക്ക് വാല്യൂവിൽ തന്നെ കാണിക്കണം. പിന്നെ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്, എമൗണ്ട് റിയലൈസ്ഡ് ഓൺ സെയിൽ ഓഫ് വേരിയസ് അസറ്റ്. എന്താണ്? ഏതെങ്കിലും വേരിയസ് ആയിട്ടുള്ള അസറ്റ് ഏതെങ്കിലും സെയിൽ ചെയ്തിട്ടുള്ള ആ എമൗണ്ട് റിയലൈസ് ചെയ്തിട്ടുണ്ട്, ആ എമൗണ്ട് കാണിക്കുന്നതാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ്. ദെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇഫ് എനി അസറ്റ് ഈസ് ടേക്കൺ ഓവർ, ഏതെങ്കിലും ഒരു അസറ്റ് ടേക്കൺ ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക.
ദെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ഇതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് ലോസ് ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാം. ദെൻ പ്രോഫിറ്റ് ആണെങ്കിൽ എവിടെ കാണിക്കണം? ഡെബിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും പറഞ്ഞ് കാണിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് ക്ലിയർ ആയോ? ഓക്കെ, അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇല്ലുസ്ട്രേഷൻ 1 എന്ന് പറഞ്ഞ് തൊട്ടിപ്പുറത്തെ പേജിൽ നോക്ക്. Arun and Seema are equal partners in a firm. They decided to dissolve the partnership on December 31st, 2014 when the balance sheet stood as under. എന്താണ്? അരുണും സീമയും ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് ഒരു ഫേമിലെ. അവരെന്ത് ചെയ്തു? പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു. എന്നാണ്? 31st December 2014. താഴെ തന്നിരിക്കുന്നതാണ് അവരുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്ന അസറ്റ് വേർ റിയലൈസ്ഡ് ആസ് ഫോളോസ്. എന്താണ്? താഴെ തന്നിരിക്കുന്നത് എന്താ? അസറ്റ് ഒക്കെ റിയലൈസ് ചെയ്യുന്ന അസറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് താഴെ തന്നിരിക്കുന്നത്. ലീസ് ഹോൾഡ് ലാൻഡ് 1,44,000, ഫർണിച്ചർ, സ്റ്റോക്ക്, പ്ലാന്റ്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ഇത്രയും അസറ്റുകളാണ് നമുക്ക് റിയലൈസ് ചെയ്തത്. അതുപോലെ തന്നെ എന്താ? ക്രെഡിറ്റേഴ്സ് വേർ പെയ്ഡ് 51,000. ക്രെഡിറ്റേഴ്സ് 51,000 പേ ചെയ്തു ഇൻ ഫുൾ സെറ്റിൽമെന്റ്. Then expenses of realization amounted to ₹6,000. റിയലൈസേഷൻ എന്റെ എക്സ്പെൻസ് എന്താണ്? 6,000 രൂപയാണ്. ദെൻ ഈ ഇത്രയും ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളോട് എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്ലോസ് ദ ബുക്സ് ഓഫ് ദി ഫോം. എന്താണ്? നമുക്കറിയാം ഡിസൊല്യൂഷൻ എന്താണ്? ക്ലോസ് ചെയ്യാണ്, ഫോം ക്ലോസ് ചെയ്യാണ്. അപ്പൊ ഇത്രയും അക്കൗണ്ട്സ് ആണ് ഒരു ഫോം ക്ലോസ് ചെയ്യാൻ നേരത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്ത് പ്രിപ്പയർ ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അതിന് പർട്ടിക്കുലേഴ്സ് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് പോലെ തന്നെയാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ഫോർമാറ്റ് എല്ലാം ഒരേപോലെയാണ്. പക്ഷെ നമ്മൾ എഴുതുന്ന കാര്യങ്ങളെല്ലാം ബുക്ക് വാല്യൂവിൽ റെപ്രസെന്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നമ്മളോട് ഫോർമാറ്റിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അസറ്റ് ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിൽ ബുക്ക് വാല്യൂവിൽ കാണിക്കാം. എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എല്ലാം എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. ഇനി എന്താണ്? അസറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് സൈഡിലും, അതുപോലെ ലയബിലിറ്റി റിയലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലുമാണ് വരുന്നത്. അല്ല, റിയലൈസേഷൻ എക്സ്പെൻസസ് എല്ലാം എവിടെ വരും? അതും ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് അതേപടി തന്നെ എഴുതുക. അസറ്റ് എന്താണ്? സൺഡ്രി ഡെപ്റ്റേഴ്സ് 24,000. നമുക്ക് ബാലൻസ് ഷീറ്റിൽ അതേപടി ഉണ്ട്. അതേപടി ബുക്ക് വാല്യൂവിൽ എടുത്ത് എഴുതുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാഷും ബാങ്കും വേണ്ട. അപ്പൊ അസറ്റ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ക്യാഷും ബാങ്കും വേണ്ട എന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സൺഡ്രി ഡെപ്റ്റേഴ്സ് 24,000, സ്റ്റോക്ക് 84,000, പ്ലാന്റ് 94,000, ഫർണിച്ചർ 50,000, ലീസ് ഹോൾഡ് ലാൻഡ് 1,20,000. ഇത്രയാണ് അസറ്റ് നമുക്ക് തന്നിരിക്കുന്നത്. അത് അതേപടി എന്താണ്? എവിടെ എഴുതുക? ഡെബിറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് അതെല്ലാം എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതുക. എന്നിട്ട് ഔട്ടർ കോളത്തിലേക്ക് എമൗണ്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതുക. അസറ്റ് എഴുതിയത് മനസ്സിലായോ? ഷിൻഡോയ്ക്ക് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആണ്. അവർക്ക് റിസർവ് ഫണ്ട് എക്സ്റ്റേണൽ ലയബിലിറ്റി അല്ല, അതുകൊണ്ട് ഇതിലേക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല. സോ സൺഡ്രി ക്രെഡിറ്റേഴ്സും ലോണും ഈ രണ്ട് ഐറ്റം എന്ത് ചെയ്യുക? ബുക്ക് വാല്യൂ തന്നെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക. സൺഡ്രി ക്രെഡിറ്റേഴ്സ് 54,000, അതിന് ലോൺ 80,000. റിസർവ് ഫണ്ട് എന്താ എടുക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എക്സ്റ്റേണൽ ലയബിലിറ്റി അല്ല. നമുക്ക് എക്സ്റ്റേണൽ ലയബിലിറ്റി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. റിസർവ് ഫണ്ട് എന്തിനാണ് കെപ്റ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് സെറ്റ് ഓഫ് ചെയ്യാനാണ് നമ്മൾ റിസർവ് ഫണ്ട് യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് അസറ്റ് റിയലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഈ റിയലൈസ് ചെയ്ത അസറ്റുകളെല്ലാം അതേപടി എടുത്ത് ചെയ്ത് അതും എല്ലാം ഇന്നർ കോളത്തിൽ കാണിക്കാം. സൺഡ്രി ഡെപ്റ്റേഴ്സ് 21,000, പ്ലാന്റ് 96,000. ക്വസ്റ്റ്യൻ എല്ലാം അതേപടി വന്നിട്ടുണ്ട്. അതേപടി എടുത്ത് എഴുതിയാൽ മതി. സ്റ്റോക്ക് 81,000, ലീസ് ഹോൾഡ് ലാൻഡ് 1,44,000, ഫർണിച്ചർ 45,000. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. 3,87,000. അത്ര മനസ്സിലായോ?
ഓക്കെ, ഇനി നമുക്ക് ലയബിലിറ്റി റിയലൈസ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് ഫുള്ളി സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ട് 51,000. അപ്പൊ ബൈ ബാങ്ക് എന്നും പറഞ്ഞത് കാണിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാങ്ക് എന്നും പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റേഴ്സ് കാണിക്കുക 51,000, ഇന്നർ കോളത്തിൽ കാണിക്കുക. പിന്നെ എന്താണ്, ലോൺ ഫുൾ സെറ്റിൽമെന്റ് ആണ്, അപ്പൊ ലോൺ 80,000 കാണിക്കുക. പിന്നെ റിയലൈസേഷൻ എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുണ്ട് 6,000 കാണിക്കുക. ലോൺ എന്തുകൊണ്ട് അവിടെ എഴുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയലൈസ് ചെയ്ത് തീർത്ത് വിടണം, കാരണം ഫേം ഡിസൊല്യൂട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ബൈ ബാങ്ക് എന്നും പറഞ്ഞുള്ളടത്ത് ലോൺ കാണിച്ചിരിക്കുന്നത്. ദെൻ അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് 1,37,000. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അതായത് ക്രെഡിറ്റ് സൈഡ് ആദ്യം ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 5,21,000 കിട്ടും. ഈ 5,21,000 ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡ് ബാലൻസ് ചെയ്യുക, അതായത് കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 12,000. ഈ 12,000 ഏത് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക? ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ? പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈക്വൽ പാർട്ട്നേഴ്സ് ഓഫ് ഫേം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 12,000 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് 1:1 എന്നുള്ള റേഷ്യോയില് അരുണിനും സീമയ്ക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുക. മാം എന്തോ 12 എങ്ങനെ കിട്ടണത്? 1,37 മറ്റേത് കുറയ്ക്കണം. 5,21,000 ക്രെഡിറ്റ് സൈഡിലെ ടോട്ടല്. ഓക്കെ, ഓക്കെ ഇനി ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ അതുപോലെ നമ്മൾ കണ്ടുപിടിക്കണം. 1,37,000 3,72,000 കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് 5,21,000 മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് 12,000 കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. അതിന് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് 6,000. അപ്പൊ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു എന്ന് പറഞ്ഞ അരുൺസ് ക്യാപിറ്റൽ കാണിക്കുക, സീമസ് ക്യാപിറ്റലും കാണിക്കുക. എന്നിട്ട് ആ സെയിം എമൗണ്ട് തന്നെ വെച്ച് ബാലൻസ് ചെയ്യാം. ഓക്കെ, റിയലൈസേഷനെ കൊണ്ട് ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ, ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മളോട് ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് 2 പാർട്ട്നേഴ്സ് ഉള്ളത്, അരുണും സീമയും. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അരുണിന്റെ കോളവും സീമയുടെ കോളവും പർട്ടിക്കുലേഴ്സ് കോളത്തിന്റെ കൂടെ തന്നെ വരയ്ക്കുക. നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ബ്രോഡൗൺ എന്താണ് 1,20,000 ക്യാപിറ്റൽ ഓൾറെഡി നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് പഴയ ബാലൻസ് ഷീറ്റിൽ. അത് അതേപടി ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ നമുക്ക് എന്താണ് റിസർവ് ഫണ്ട്, ഞാൻ പറഞ്ഞു എന്താണ് എന്തെങ്കിലും കണ്ടിജൻസീസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് എടുക്കുന്നത്. സോ അത് ക്യാപിറ്റൽ ഈ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കണം. സോ ഈ റിസർവ് ഫണ്ട് ഈക്വൽ ആയിട്ട് 20,000 10,000 വെച്ചിട്ട് അരുണിനും സീമയ്ക്കും എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കുക. പിന്നെ എന്താണ്, നമ്മൾ റിയലൈസേഷൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തു. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 6,000 കാണിക്കുക. അതിനുശേഷം ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത എമൗണ്ട് ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. 1,20,000 10,000 6,000 കൂടെ കൂട്ടിയിട്ട് 1,36,000 കിട്ടും. ഈ 1,36,000 ഡെബിറ്റ് സൈഡില് ബാങ്ക് എന്നും പറഞ്ഞ് കാണിക്കുക. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റിൽ നോക്കുക. ക്യാഷ് അറ്റ് ബാങ്ക് ഒരു 22,000 തന്നിട്ടുണ്ട്. ആ 22,000 ഡെബിറ്റ് സൈഡില് ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ ചെയ്യുക. 22,000. അതിനുശേഷം നോക്കുക, റിയലൈസേഷൻ പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മള് ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്നും പറഞ്ഞുകൊണ്ട് ലയബിലിറ്റീസ് സെറ്റ് ഓഫ് ചെയ്തില്ലേ, റിയലൈസ് ചെയ്തില്ലേ 1,37,000 റിയലൈസേഷൻ അക്കൗണ്ടില് കണ്ടോ? ആ 1,37,000 ക്രെഡിറ്റ് സൈഡ് റിയലൈസേഷൻ അക്കൗണ്ട് എന്നും പറഞ്ഞ് കാണിക്കുക. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡിൽ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ അസറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ട് ഉണ്ട്,
3,87,000. അതെന്ത് ചെയ്യാം? ഡെബിറ്റ് സൈഡ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 3,87,000 കാണിക്കാം. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് ബാങ്ക് എന്നും പറഞ്ഞ് നമ്മൾ എഴുതിയില്ലേ, ആ എമൗണ്ട് എടുത്ത് എഴുതുക. വരുൺസ് ക്യാപിറ്റൽ 1,36,000, സീമാസ് ക്യാപിറ്റൽ 1,36,000. എന്നിട്ട് ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് കിട്ടണം. രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്തത് കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ചെയ്തതിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് ഈ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫോർമുല എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ ഇനി 2 പ്രോബ്ലം കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് നാളെ വരുമ്പോഴത്തേക്കും ഇലിസ്ട്രേഷൻ 2 ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലായോ ഇന്നത്തെ ക്ലാസ്? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു. Yeah. ഓക്കെ.